അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഡിസംബർ 17, 1936. ഇന്നത്തെ ദിവസം ഞാൻ വൈദികർക്കായി സമർപ്പിച്ചു. ആന്തരികമായും ബാഹ്യമായും എല്ലാ ദിവസത്തേക്കാൾ കൂടുതലായി ഇന്ന് ഞാൻ സഹിച്ചു. ഒരു ദിവസം തന്നെ ഇത്രയും അധികം സഹിക്കുവാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. തിരുമണിക്കൂർ നടത്തിയപ്പോൾ ഗെത്സമേൻ തോട്ടത്തിലെ പീഡകളുടെ കയ്പരസം അല്പം രുചിക്കാൻ എന്നെ അനുവദിച്ചു. അവിടുത്തെ കരങ്ങളാൽ താങ്ങപ്പെട്ട് തകർക്കാനാവാത്ത വൻമതിലുകൾ പോലെ കാണപ്പെട്ട എല്ലാ കഷ്ടതകളോടും ഞാൻ തനിയെ നിന്ന് പോരാടി. അവിടുത്തെ തിരുനാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിനാൽ ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഈ ഏകാന്തവാസത്തിൽ ഈശോ തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ. അങ്ങ് തന്നെയാണ് എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത്. അവിടുത്തെ പ്രത്യേക പ്രവൃത്തികൾക്കുള്ള ഒരു ഉപകരണമാണ് ഞാനെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അവിടുത്തെ ദുർഗ്രാഹ്യമായ ലക്ഷ്യങ്ങൾക്കും അപ്രാപ്യമായ ഹിതങ്ങൾക്കും അനുസൃതമായി അവിടുന്ന് എന്നെ പ്രത്യേകമാം വിധം തന്നോട് ഐക്യപ്പെടുത്തുകയും അവിടുത്തെ അഗ്രാഹ്യമായ രഹസ്യങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ ഐക്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് മറ്റാർക്കും, മാലാഖമാർക്ക് പോലും അഗ്രാഹ്യമാണ്. ഞാൻ ഇതേക്കുറിച്ച് പറയുവാൻ ആഗ്രഹിച്ചാലും വേണ്ട വിധം വിശദീകരിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എന്നാൽ ഞാൻ അതുമൂലം ജീവിക്കുന്നു. നിത്യകാലം ഞാൻ അതിൽ ജീവിക്കുകയും ചെയ്യും. ഈ ഐക്യത്തിൻ്റെ രഹസ്യമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള മറ്റാത്മാക്കളിൽ നിന്ന് എന്നെ വേർതിരിച്ച് കാണിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം, എൻ്റെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്ന പ്രകാശിതമായ ആ സുന്ദര സുദിനത്തെ ഉത്കടമായ അഭിലാഷത്തോടെ ഞാൻ കാത്തിരിക്കുന്നു. മറ്റാത്മാക്കളിൽ നിന്ന് എന്നെ വേർതിരിച്ച് കാണിക്കുന്ന ആ പ്രത്യേക ചൈതന്യം, എൻ്റെ ആത്മാവിൽ നിവേശിപ്പിക്കുന്ന ആ സ്വർഗീയ കലാകാരൻ തൻ്റെ അവസാന മിനുക്ക് പണികളും പൂർത്തിയാക്കുന്ന ആ സുന്ദര നിമിഷത്തെ ഞാൻ സന്തോഷത്തോടെ മുൻകൂട്ടി കാണുന്നു. ദൈവിക സ്നേഹം എന്നെ നിത്യമായി സ്വന്തമാക്കുന്ന ആ മഹനീയ ദിവസം. ആ ദിവസം ദൈവത്തിൻ്റെ അളവറ്റ കരുണയെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മുമ്പിൽ ഞാൻ ആദ്യമായി പാടിപ്പുകഴ്ത്തും. ലോകാരംഭത്തിന് മുമ്പ് തന്നെ ദൈവം എനിക്കായി നിശ്ചയിച്ചിരുന്ന എൻ്റെ ദൗത്യവും കർത്തവ്യവും ഇതാണ്. എൻ്റെ ആത്മാവിൻ്റെ സംഗീതം ത്രിയേക ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായി തീരുന്നതിനായി ദൈവത്തിൻ്റെ അരൂപിയെ അവിടുന്ന് തന്നെ എന്നെ നയിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ വരവിനായി ഞാൻ ക്ഷമാപൂർവം കാത്തിരിക്കുന്നു. ഭയങ്കരമായ മരണവേദനയുടെയും ഭയത്തിൻ്റെയും നിമിഷങ്ങളിൽ മറ്റെല്ലാ സമയങ്ങളേക്കാൾ കൂടുതലായി അങ്ങയുടെ അനന്തമായ കരുണയിൽ ശരണപ്പെടുന്നു. കാരുണ്യവാനായ ഈശോയെ, മാധുര്യപൂർണനായ രക്ഷക, അങ്ങെനിക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളെയും ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ സാഹസികമായ ഒരു കാര്യം ഞാൻ ചെയ്തു. എൻ്റെ വാച്ച് നിന്നു പോയതിനാൽ ഉണരേണ്ട സമയം കൃത്യമായി അറിയുവാൻ സാധിച്ചില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് എത്ര നിർഭാഗ്യമാണെന്ന് ഞാൻ ചിന്തിച്ചു. കൂരിരുട്ടായതിനാൽ സമയമറിയാതെ വസ്ത്രം ധരിച്ച് ധ്യാനം നടത്തി ചാപ്പലിൽ പോയി. എന്നാൽ എല്ലായിടത്തും നിശബ്ദത. ചാപ്പൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുകി. രോഗികൾക്ക് പ്രാർത്ഥന എത്രമാത്രം ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവസാനം ചാപ്പൽ തുറന്നു. എന്നാൽ അപ്പോഴേക്കും ഞാൻ വളരെ ക്ഷീണിതയായതിനാൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ ഉടനെ ഞാൻ മുറിയിലേക്ക് പോന്നു. അപ്പോൾ ഈശോ കാണപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ മകളെ, നിന്റെ ഹൃദയത്തിൻ്റെ അതിയായ അഭിലാഷം എന്നെ പ്രീതിപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ എന്നോട് ഐക്യപ്പെടാൻ നീ അതിയായി ആഗ്രഹിക്കുന്നത് പോലെ ഞാനും എന്നെ പൂർണ്ണമായും നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഈ തീഷ്ണതയ്ക്ക് പ്രതിഫലമായി എൻ്റെ ഹൃദയത്തിൽ വിശ്രമിച്ചാലും കരകാണാക്കടലിൽ ഒരു തുള്ളി ജലം വീണ് ഒന്നു ചേരുന്നത് പോലെ എൻ്റെ ആത്മാവും ദൈവത്തിൽ ഒന്നു ചേർന്നു. എൻ്റെ ഏകസത്തയായ അവിടുന്ന് ഞാൻ പൂർണ്ണമായും നിമഗ്നയായി. അങ്ങനെ ദൈവം തൻ്റെ മഹത്വത്തിനായി നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നൽകുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഡിസംബർ 18. ഒരാഴ്ചയായിട്ട് ആരും എന്നെ സന്ദർശിക്കുവാൻ വന്നില്ലല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ ഈശോയോട് പരാതി പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ ഉത്തരം നൽകി: എല്ലാ ദിവസവും ഞാൻ നിന്നെ സന്ദർശിച്ചിട്ടും നിനക്ക് തൃപ്തിയാകുന്നില്ലേ? ഞാൻ ഈശോയോട് മാപ്പപേക്ഷിച്ചു. എൻ്റെ വിഷമവും മാറി. ഓ ദൈവമേ, എൻ്റെ ശക്തി കേന്ദ്രമേ, നീ എനിക്ക് മതിയായവനാകുന്നു. ഇന്ന് സായാഹ്നത്തിൽ ഒരാത്മാവിന് പ്രാർത്ഥന വളരെയധികം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചത് പോരാ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ദീർഘനേരം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയം മുതൽ അടുത്ത പ്രഭാതം വരെ ആ ആത്മാവ് വേദനിക്കുകയായിരുന്നുവെന്ന് അടുത്ത ദിവസം ഞാൻ അറിഞ്ഞു. എന്തു വേദനകളിലൂടെയാണ് ആ ആത്മാവ് കടന്നു പോയതെന്നും എനിക്ക് വ്യക്തമായി. മരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെന്ന് ദൈവം വളരെ അനിതര സാധാരണമായ രീതിയിൽ എനിക്ക് വെളിപ്പെടുത്തി തന്നിരുന്നു. ആത്മാക്കൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നത് വളരെ വ്യക്തമായും സമഗ്രമായും ഞാൻ അനുഭവിച്ചിരുന്നു. മിക്കവാറും എൻ്റെ കാവൽ മലാഖയാണ് ഇതെന്നോട് പറഞ്ഞിരുന്നത്. ആത്മാക്കൾ തമ്മിൽ ഇത്രയും അടുത്ത ഒരു ഐക്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഉണ്ണീശോ എൻ്റെ ആത്മാവിനെ ആനന്ദിപ്പിച്ചു. മിക്കവാറും അകലം ഒരു പ്രശ്നമായിരുന്നില്ല. ഒരു പ്രത്യേക വൈദികൻ അവിടുത്തെ ഇറക്കിക്കൊണ്ടുവരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെ ആകാംക്ഷയോടെ ഞാൻ ക്രിസ്മസിന് കാത്തിരിക്കുകയാണ്. എത്രയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വലിയ രഹസ്യം ഞാൻ ആസ്വദിക്കും. ഓ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നിത്യപ്രകാശമേ, വലിയ ക്ലേശങ്ങളുടെ സമയങ്ങളിൽ ഞാൻ തളർന്നു പോകാതിരിക്കാനായി എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. സംശയത്തിൻ്റെ എല്ലാ നിഴലുകളെയും എന്നിൽ നിന്ന് മായ്ച്ചു കളയണമേ. സർവശക്തനായ അങ്ങ് എന്നിലൂടെ പ്രവർത്തിക്കണമേ. സൃഷ്ടിക്കപ്പെടാത്ത പ്രകാശമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഉണ്ണീശോയെ, അങ്ങയുടെ പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കുവാൻ അങ്ങ് തന്നെയാണ് എനിക്ക് മാതൃക. അങ്ങ് അരുളി ചെയ്തല്ലോ, പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ദൈവേഷ്ടം പൂർത്തിയാക്കുവാൻ എന്നെ സഹായിക്കണമേ. ഓ ദിവ്യ പൈതലേ, അതിനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ഓ എൻ്റെ ഈശോയെ, പരീക്ഷണങ്ങളുടെ ദിവസങ്ങൾക്കായി എൻ്റെ ആത്മാവ് കാത്തിരിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ അന്ധകാരത്തിൽ എന്നെ തനിച്ചാക്കരുതേ, മറിച്ച് എന്നെ അങ്ങയോട് ഏറ്റവും ചേർത്ത് നിർത്തണമേ. എൻ്റെ അധരങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണമേ. എന്തെന്നാൽ എൻ്റെ സഹനങ്ങളുടെ സൗരഭ്യം അങ്ങ് മാത്രം അറിയുകയും ആസ്വദിക്കുകയും ചെയ്താൽ മതി. ഓ കരുണാസമ്പന്നനായ ഈശോ, എൻ്റെ ജീവിതകാലത്ത് ഞാൻ സ്വീകരിക്കാനുള്ള ദിവ്യകാരുണ്യമായി മാറുവാനായി ഉത്കടമായ അഭിലാഷത്തോടെയാണല്ലോ അങ്ങ് അന്ത്യ താഴമുറിയിൽ ഓടിയണഞ്ഞത്. ഈശോയെ, അങ്ങൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ അതിയായി ആഗ്രഹിച്ചു. അങ്ങയുടെ ജീവരക്തം എൻ്റെ രക്തവുമായി ഒന്നായി മാറുന്നു. ദൈവമേ, ആർക്ക് ഗ്രഹിക്കാനാകും ഈ അഗാധമായ ഐക്യം? സർവശക്തനും സീമാതീതനുമായ അങ്ങയെ എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. ഈശോയെ, അങ്ങയുടെ നിർമ്മലവും ശ്രേഷ്ഠവുമായ തിരുരക്തം അതിൻ്റെ സർവശക്തിയോടും കൂടി എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്നു. എന്നെ മുഴുവനും ഞാനിതാ അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റാനും അങ്ങേക്ക് പ്രതിസ്നേഹം അർപ്പിക്കാനും പ്രാപ്തയായി തീരട്ടെ. ഓ മാധുര്യവാനായ എൻ്റെ പ്രിയനേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് മാത്രമുള്ളതാണ്. മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. എൻ്റെ ഹൃദയാഘാതങ്ങളിൽ ഒരിക്കലും തൃപ്തി വരാത്ത അങ്ങേക്കായുള്ള ഒരഭിലാഷം അവിടുന്ന് തന്നെ നിക്ഷേപിച്ചു. അങ്ങയെ അറിഞ്ഞ ആദ്യ നിമിഷം മുതൽ എൻ്റെ ഹൃദയം അങ്ങയെ സ്നേഹിക്കുകയും തൻ്റെ ഏക സ്നേഹ വിഷയമെന്ന പോലെ അങ്ങിൽ ലയിക്കുകയും ചെയ്തു. എൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും പ്രേരക ശക്തി അങ്ങയുടെ പരിശുദ്ധവും സർവശക്തവുമായ സ്നേഹമായിരിക്കട്ടെ. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കരുണയുടെ അഗാധതയെ ആർക്ക് പുൽകുവാനും ഗ്രഹിക്കുവാനുമാകും? സന്യാസ ജീവിതമായിരുന്നിട്ട് പോലും ഞാൻ മറ്റുള്ളവരുടെ അസൂയയ്ക്ക് പാത്രമായി. ചില ഉന്നത ആത്മാക്കൾ ദൈവമൊഴിച്ച് എല്ലാറ്റിനെയും ചവിട്ടിത്താഴ്ത്താൻ ഒരുക്കമായിരുന്നു. ഓ ആത്മാവേ, ദൈവത്തിന് പുറത്ത് അവിടുത്തെ സൗന്ദര്യം ദർശിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ലേ? മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് സ്വയം ഉയരുവാൻ ശ്രമിക്കുന്നവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ എത്രയോ ദുർബലമാണ്. അവരുടെ ജീവിതം എത്ര വലിയ നഷ്ടമായിത്തീരുന്നു. ഡിസംബർ 19. ഇന്ന് സായാഹ്നത്തിൽ ഒരു വ്യക്തിക്ക് എൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാണ് ഈ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന വ്യക്തി എന്ന് വ്യക്തമായി എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. എൻ്റെ ആത്മാവിൽ സമാധാനം അനുഭവപ്പെടുന്നതുവരെ ഞാൻ പ്രാർത്ഥന തുടർന്നു. മരണാസന്നർക്ക് കരുണയുടെ ജപമാല വലിയ സഹായമാണ്. എനിക്കുള്ളിൽ വെളിപ്പെടുത്തി കിട്ടുന്ന നിയോഗത്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സാധാരണയായി പ്രാർത്ഥനയ്ക്ക് ഫലം സിദ്ധിച്ചുവെന്ന് എൻ്റെ ആത്മാവിൽ ബോധ്യപ്പെടുന്നതുവരെ ഞാൻ പ്രാർത്ഥിക്കും. മരണാസന്നരായ ആത്മാക്കൾ അവരുടെ വേദന ആരംഭിക്കുമ്പോൾ ഒരാത്മീയ ഐക്യത്തിൽ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നതായി ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. മരണാസന്നരുമായി അത്ഭുതകരമായി ബന്ധപ്പെടാൻ ദൈവം എനിക്ക് കൃപ നൽകി. പലപ്പോഴും ഇത് സംഭവിച്ചിരുന്നത് കൊണ്ട് ആ സമയം സഹിതം ഞാനിത് പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്.
ഇന്ന് രാത്രി ഞാൻ കൃത്യം 11 മണിയായപ്പോൾ ഞെട്ടിയുണർന്നു. പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ അരികിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഏതോ ഒരു ശക്തി എന്നെ പ്രാർത്ഥിക്കാനായി നിർബന്ധിച്ചു. ഈ ദർശനങ്ങളെല്ലാം തീർത്തും ആത്മീയമായിരുന്നു. പെട്ടെന്നൊരു ആത്മീയ പ്രകാശം ദൈവം എനിക്ക് നൽകുന്നതിലൂടെയാണ് ഞാനിത് മനസ്സിലാക്കിയിരുന്നത്. ഓരോ പ്രാവശ്യവും ഒരേ ദൈർഘ്യത്തിലല്ല ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. എൻ്റെ ആത്മാവിലൊരു സമാധാനം ലഭിക്കുന്നത് വരെ തുടരുമായിരുന്നു. ചിലപ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയം മതിയായിരുന്നു. അപ്പോൾ കൃതജ്ഞതാ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥന അവസാനിപ്പിക്കും. മറ്റു ചിലപ്പോൾ ഒരു കരുണയുടെ ജപമാല മുഴുവൻ ചൊല്ലേണ്ടിയിരുന്നു. മരണവേദനയുടെ തീവ്രതയും ദൈർഘ്യവും കൂടുന്നതനുസരിച്ച് ദീർഘസമയം പ്രാർത്ഥിക്കാൻ നിർബന്ധിതയാകുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. സമയം കൃത്യമായി അറിയാൻ ഞാൻ ഉപയോഗിച്ച മാർഗം ഇതായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ വാച്ചിൽ നോക്കി സമയമറിയും. അടുത്ത ദിവസം മരിച്ചയാളുടെ കാര്യം പറയുമ്പോൾ ഞാൻ സമയവും മരണവേദന അനുഭവിച്ച ദൈർഘ്യവും ചോദിച്ചറിയും. സമയങ്ങൾ കൃത്യമായി പൊരുത്തപ്പെടുന്നതായി ഞാൻ കണ്ടു. അവർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്: ഈ പ്രത്യേക വ്യക്തി ഇന്ന് വലിയ സമാധാനത്തിൽ പെട്ടെന്ന് മരിച്ചു. ചിലപ്പോൾ മരിക്കുന്ന വ്യക്തി 2-3 കെട്ടിടങ്ങൾക്ക് അകലെയായിരിക്കും. എന്നാൽ അരൂപിക്ക് സ്ഥലപരിമിതിയില്ലല്ലോ. ചിലപ്പോൾ മരിച്ച വ്യക്തി അനേകായിരം മൈലുകൾക്ക് അപ്പുറമായിരിക്കും. എൻ്റെ കുടുംബത്തിലെയും ബന്ധുക്കളുടെയും സഭയിലെ സഹോദരിമാരുടെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മാക്കളുടെയും കാര്യത്തിൽ ഇങ്ങനെ മിക്കവാറും സംഭവിക്കാറുണ്ട്. ഓ അനന്തകാരുണ്യവാനായ ദൈവമേ, എൻ്റെ അയോഗ്യമായ പ്രാർത്ഥനയിലൂടെ മരിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാൻ അങ്ങ് എന്നെ അനുവദിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും മഹാസമുദ്രത്തിലെ ജലത്തുള്ളികളുടെയും എണ്ണത്തിൻ്റെ അനേകായിരം മടങ്ങ് അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളിലും ഇത് പ്രതിധ്വനിച്ച് അങ്ങയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഉയരട്ടെ. അങ്ങയുടെ ഏറ്റവും വലിയ വിശേഷണമായ അളവറ്റ കരുണയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഓ ദൈവമേ, അങ്ങയുടെ ആഴമറ്റ കരുണയിൽ സ്വർഗവാസികളും വിശുദ്ധരും എപ്പോഴും മുഴുകിയിരിക്കുന്നു. ഈ അഗ്രാഹ്യമായ കരുണയിൽ ആശ്ചര്യഭരിതരായി അവർ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെ അവർ കൂടുതൽ കൂടുതൽ അത്ഭുത പരതന്ത്രരാകുകയും അങ്ങേക്ക് യോഗ്യമായ സ്തുതികൾ അർപ്പിക്കുവാൻ പ്രാപ്തരാകുകയും ചെയ്യുന്നു. നിത്യനായ ദൈവമേ, അങ്ങയുടെ ഉന്നതമായ വിശേഷണത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ശോച്യാവസ്ഥ കാണുന്നു. പരിശുദ്ധമായ അക്ഷരത്താൽ അങ്ങയെ നിരന്തരം പാടി സ്തുതിക്കുന്ന പരിശുദ്ധ ദൂതന്മാരോട് എന്നെ തുലനം ചെയ്യാൻ എനിക്കെങ്ങനെ കഴിയും? എങ്കിലും അങ്ങയുടെ നിസ്സീമമായ കരുണയെ യഥോചിതം പാടി സ്തുതിക്കുവാൻ ഒരു മാർഗം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഓ ഏറ്റവും മാധുര്യവാനായ എൻ്റെ ഈശോയെ, അങ്ങയുടെ അളവറ്റ കരുണയെക്കുറിച്ചറിയുവാൻ ഈ പാവപ്പെട്ട എന്നെയും അനുവദിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. ഓ ഏറ്റവും മാധുര്യവാനായ എൻ്റെ ഈശോയെ, അങ്ങയുടെ അപ്രാപ്യമായ കരുണയെക്കുറിച്ച് സകല ജനപദങ്ങളോടും ഞാൻ പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നോട് ആവശ്യപ്പെടുന്നു. അതിനാൽ ദയാനിധിയായ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന 2 കിരണങ്ങളെയും, അതായത് തിരുരക്തവും തിരുജലവും എൻ്റെ കരങ്ങളിലെടുത്ത് ഭൂലോകം മുഴുവൻ്റെ മേലും ഞാൻ തെളിക്കും. അങ്ങനെ എല്ലാ ആത്മാക്കളും അങ്ങയുടെ കരുണ സ്വീകരിക്കാൻ ഇടയാകും. അങ്ങയുടെ കരുണ അനുഭവിക്കുന്നവർ യുഗായുഗാന്തരങ്ങളോളം അതിനെ മഹത്വപ്പെടുത്തും. ഏറ്റവും മാധുര്യവാനായ ഈശോയെ, അങ്ങയുടെ അനന്തകാരുണ്യത്താൽ എൻ്റെ നികൃഷ്ട ഹൃദയത്തെ അങ്ങയുടെ കരുണാർദ്ര ഹൃദയവുമായി ഐക്യപ്പെടുത്താനും അങ്ങ് തിരുമനസ്സായി. അതിനാൽ എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയുടെ തന്നെ തിരുഹൃദയത്താൽ ദൈവത്തെ, നമ്മുടെ സ്വർഗീയ പിതാവിനെ, മറ്റൊരാത്മാവും ചെയ്തിട്ടില്ലാത്ത വിധം സ്തുതിച്ച് മഹത്വപ്പെടുത്തും.